ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ഊർജിതമായി തുടരുന്നു. 4ാം ഘട്ടത്തിന്റെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. ഇറാൻ കപ്പലിൽ കുടുങ്ങിയ 5 ഇന്ത്യക്കാരെ കൂടി മോചിപ്പിച്ചു. മറ്റ് യാത്രക്കാർ സുരക്ഷിതരെന്ന് ഇന്ത്യൻ എംബസി. തിരുവിതാംകൂർ മലബാർ ദേവസ്വം ബോർഡുകളിലെ ക്ഷേത്രങ്ങളിൽ നിവേദ്യത്തിലും പ്രസാദത്തിലും അരളിപ്പൂവ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കി. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്നലെ ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ സമ്മാനിച്ചു. പ്രശസ്ത ചലച്ചിത്ര താരങ്ങളായ വൈജയന്തിമാല ബാലി, കോണിഡേല ചിരഞ്ജീവി എന്നിവർക്ക് പത്മവിഭൂഷണും പ്രമുഖ ഹൃദ്രോഗ വിദഗ്ധൻ അശ്വിൻ ബാലചന്ദ് മേത്ത, മുതിർന്ന രാഷ്ട്രീയ നേതാവും മലയാളിയുമായ ഒ രാജഗോപാൽ എന്നിവർക്ക് പത്മഭൂഷണും സമ്മാനിച്ചു. സുപ്രീം കോടതി ആദ്യ വനിതാ ജഡ്ജിയും മലയാളിയുമായ എം ഫാത്തിമ ബീവിക്കും മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ നൽകി. ഏപ്രിൽ 22 നടന്ന ചടങ്ങിൽ 3 പത്മവിഭൂഷൺ, 8 പത്മഭൂഷൺ, 55 പത്മശ്രീ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി വിതരണം ചെയ്തിരുന്നു. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. 4ാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. രാഷ്ട്രീയ കക്ഷികളുടെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ പ്രചാരണ രംഗത്ത് സജീവമാണ്. മുതിർന്ന BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷാ ഇന്നലെ തെലങ്കാനയിലെ ഭോംഗീർ മണ്ഡലത്തിൽ പ്രചാരണം നടത്തി. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി തെലങ്കാനയിൽ പൊതുസമ്മേളനങ്ങളിൽ സംസാരിച്ചു. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ദൌർഹര, ലഖിംപൂർ ഖിരി മണ്ഡലങ്ങളിൽ പ്രചാരണത്തിൽ പങ്കെടുത്തു. 6ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. 6 സംസ്ഥാനങ്ങളിലെയും ഡൽഹി, ജമ്മുകശ്മീർ എന്നിവിടങ്ങളിലേതും ഉൾപ്പെടെ 58 പാർലമെന്റ് മണ്ഡലങ്ങളിലാണ് ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. ഈ മാസം 25-നാണ് വോട്ടെടുപ്പ്. വിശദാംശങ്ങളിലേക്ക്. ഈ മാസം 25-നാണ് 6ാം ഘട്ട വോട്ടെടുപ്പ്. ഡൽഹിയിലെയും ഹരിയാനയിലെയും മുഴുവൻ മണ്ഡലങ്ങളിലും, ഉത്തർപ്രദേശിലെ 14-ഉം, ബീഹാറിലെയും പശ്ചിമ ബംഗാളിലെയും 8-ഉം, ഒഡീഷയിലെ 6-ഉം, ഝാർഖണ്ഡിലെ 4-ഉം, ജമ്മുകശ്മീരിലെ 1 മണ്ഡലത്തിലും 6ാം ഘട്ടത്തിൽ വിധിയെഴുതും. ഝാർഖണ്ഡിൽ 6ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 4 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതിനെ തുടർന്ന് ആകെ 93 സ്ഥാനാർത്ഥികളാണ് സംസ്ഥാനത്ത് മത്സരരംഗത്തുള്ളത്. ഹരിയാനയിൽ 10 ലോക്സഭാ സീറ്റുകളിലേക്കായി 297 സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു. ഇതിൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം 239 സ്ഥാനാർത്ഥികളുടെ പത്രികകൾ സ്വീകരിച്ചു. 16 സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിച്ചിട്ടുണ്ട്. അതേസമയം രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഹരിയാനയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഗവർണറുമായി ചർച്ച ചെയ്യാൻ ഒരുങ്ങി സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നേതൃത്വം ഗവർണർ ബന്ദാരു ദത്താത്രേയയ്ക്ക് കത്തയച്ചു. സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം കൊണ്ടുവരാനും നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്രയും വേഗം നടപ്പിലാക്കാനും ഗവർണറോട് അഭ്യർത്ഥിക്കുമെന്ന് മുൻ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര സിംഗ് ഹൂഡ പറഞ്ഞു. 3 സ്വതന്ത്ര MLA-മാർ പിന്തുണ പിൻവലിച്ചതോടെ 88 അംഗ നിയമസഭയിൽ 45 പേർ സർക്കാരിന് എതിരാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യ സന്ദർശനത്തിനെത്തിയ UK ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ടിം ബാരോ വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായും കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള വിഷയങ്ങൾ ചർച്ചയായി. കൂടിക്കാഴ്ചയിൽ ആഗോള സുരക്ഷാ വെല്ലുവിളികളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കൈമാറിയതായി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സാങ്കേതികവിദ്യ, സുരക്ഷ തുടങ്ങിയ നിർണായക മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള തന്ത്രപ്രധാന ചർച്ചയ്ക്കായാണ് ടിം ബാരോ ഇന്ത്യയിലെത്തിയത്. എയർ ഇന്ത്യ എക്സ്പ്രസ് ക്യാബിൻ ക്രൂ കൂട്ട അവധിയെടുത്തതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി ഒത്തുതീർപ്പായെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ ഇനിയും സാധാരണ നില കൈവരിച്ചിട്ടില്ല. കൊച്ചിയിൽ നിന്ന് രാവിലെ 8:35 പുറപ്പെടേണ്ട ദമാം വിമാനവും 8:50 പുറപ്പെടേണ്ട മസ്കറ്റ് വിമാനവും റദ്ദാക്കിയിട്ടുണ്ട്. ആഭ്യന്തര സർവീസുകളിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള ബംഗളൂരു, കൊൽക്കത്ത, ഹൈദരാബാദ് സർവീസുകളും റദ്ദാക്കിയ നിലയിലാണ്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഇന്ന് പുറപ്പെടേണ്ട ഷാർജ, ദുബായ് ഒഴികെയുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 6 സർവീസുകളും റദ്ദാക്കി.
എന്നാൽ ഉച്ചകഴിഞ്ഞ് കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് പുറപ്പെടേണ്ട വിമാനവും വൈകിട്ടുള്ള ദോഹ അബുദാബി വിമാനങ്ങളും രാത്രി 11:25 പുറപ്പെടേണ്ട ബംഗളൂരുവിലേക്കുള്ള വിമാനവും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അതേസമയം വിമാനങ്ങൾ റദ്ദാക്കിയതിനെ തുടർന്ന് യാത്രക്കാർക്ക് നേരിട്ട ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു. ഇറാനിൽ കപ്പലിൽ കുടുങ്ങിയ 5 ഇന്ത്യക്കാരെ കൂടി മോചിപ്പിച്ചു. ഇവർ നാട്ടിലേക്ക് യാത്ര തിരിച്ചതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേലിന്റെ ചരക്ക് കപ്പലിൽ നിന്നാണ് ഇവരെ മോചിപ്പിച്ചത്. ഇന്ത്യക്കാരുടെ മോചനത്തിനായി എല്ലാ സഹകരണവും നൽകിയ ഇറാൻ ഭരണകൂടത്തിന് നന്ദി അറിയിക്കുന്നതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. കഴിഞ്ഞ മാസം 13-നാണ് 17 ഇന്ത്യക്കാർ ഉൾപ്പെടുന്ന ചരക്ക് കപ്പൽ ഇറാൻ പിടിച്ചെടുത്തത്. കപ്പലിലുണ്ടായിരുന്ന മലയാളിയായ ആൻ ടെസ ജോസഫിനെ നേരത്തെ മോചിപ്പിച്ചിരുന്നു. അവശേഷിക്കുന്ന ജീവനക്കാർ സുരക്ഷിതരാണെന്നും കരാർ നടപടികൾ പൂർത്തിയായ ശേഷം നാട്ടിലേക്ക് മടങ്ങുമെന്നും ഇന്ത്യൻ എംബസി അറിയിച്ചു. രാജ്യത്തെ വിവിധയിടങ്ങളിൽ കനത്ത ചൂട് തുടരുന്നു. വേനൽ മഴയെ തുടർന്ന് കിഴക്കേ ഇന്ത്യയിലെ ഉഷ്ണതരംഗ സാഹചര്യത്തിൽ നേരിയ ശമനമുണ്ടായി. അതേസമയം ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഇന്ന് താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ ജില്ലയിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ തിങ്കളാഴ്ച വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഞായറാഴ്ച പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും തിങ്കളാഴ്ച വയനാട് ജില്ലയിലും മഞ്ഞ ജാഗ്രതയായിരിക്കും. ഇടിമിന്നലിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. തമിഴ്നാട്ടിലെ വിരുദുനഗർ ജില്ലയിലെ ശിവകാശിയിൽ പടക്കശാലയിലുണ്ടായ സ്ഫോടനത്തിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി. 5 സ്ത്രീകൾ ഉൾപ്പെടെ 9 പേരാണ് സ്ഫോടനത്തിൽ മരിച്ചത്. 13 പേർക്ക് പരിക്കേറ്റു. തിരുവിതാംകൂർ മലബാർ ദേവസ്വം ബോർഡുകളുടെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ അരളിപ്പൂ നിവേദ്യത്തിൽ നിന്നും അർച്ചന പ്രസാദത്തിൽ നിന്നും ഒഴിവാക്കാൻ തീരുമാനം. പകരം തുളസി, പിച്ചി, തെച്ചി, മുല്ല, റോസ തുടങ്ങിയ പൂക്കൾ പരമാവധി ഉപയോഗിക്കും. എന്നാൽ തിരുവിതാംകൂർ ദേവസ്വത്തിനു കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ പൂജയ്ക്ക് അരളിപ്പൂ ഉപയോഗിക്കുന്നത് തുടരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് കുറ്റമറ്റ രീതിയിൽ നടത്തുന്നതിന് കൈക്കൊള്ളുന്ന നടപടികൾ തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ. ടെസ്റ്റ് കുറ്റമറ്റ രീതിയിൽ നടത്തുന്നതിന് കൈക്കൊള്ളുന്ന നടപടികളാണ് സർക്കാർ സ്വീകരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. CITUവിന്റെ നേതൃത്വത്തിലുള്ള ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ ആവശ്യപ്പെട്ടതു പ്രകാരമാണ് ഇക്കാര്യത്തിൽ ചർച്ച നടത്തി ഇളവുകൾ അനുവദിച്ചതെന്നും മന്ത്രി പറഞ്ഞു. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് 60 റൺ വിജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ 242 റൺ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ പഞ്ചാബിന് 17 ഓവറിൽ 181 റൺ എടുക്കുന്നതിനിടെ മുഴുവൻ വിക്കറ്റും നഷ്ടമായി. വിരാട് കോഹ്ലിയും രജത് പാട്ടിദാറും ബാംഗ്ലൂരുവിനു വേണ്ടി അർദ്ധ സെഞ്ചുറി നേടി. ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വൈകുന്നേരം 7:30 അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം. ദോഹ ഡയമണ്ട് ലീഗ് 2024 ഇന്ന് ഖത്തർ സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ തുടക്കമാകും. ഒളിമ്പിക്സ് ലോക ജാവലിൻ ത്രോ ചാമ്പ്യൻ നീരജ് ചോപ്ര ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ലീഗിൽ പങ്കെടുക്കും. ഏഷ്യൻ ഗെയിംസ് വെള്ളി മെഡൽ ജേതാവ് കിഷോർ ജനയും ഇന്ന് അരങ്ങേറ്റം കുറിക്കുന്നുണ്ട്. ലോക അത്ലറ്റിക്സ് സംഘടിപ്പിക്കുന്ന ടോപ്പ് ടയർ ട്രാക്ക് ആൻഡ് ഫീൽഡ് മത്സരങ്ങളുടെ വാർഷിക പരമ്പരയാണ് ഡയമണ്ട് ലീഗ്. 2023-24 FIH ഹോക്കി പ്രോ ലീഗിനുള്ള 24 അംഗ ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. ആന്റ്വെർപ്പ്, ബെൽജിയം, ലണ്ടൻ എന്നിവിടങ്ങളിലായി ഈ മാസം 22 മുതൽ ജൂൺ 1 വരെയാണ് മത്സരങ്ങൾ നടക്കുന്നത്. അർജന്റീന, ബെൽജിയം, ജർമ്മനി, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളാണ് ഇന്ത്യയുടെ എതിരാളികൾ. ഹർമാൻപ്രീത് സിംഗ് ആണ് ക്യാപ്റ്റൻ. ജമ്മുകശ്മീരിൽ വ്യോമസേനാ വാഹനത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പൂഞ്ച് ജില്ലയിൽ 6ാം ദിവസവും തിരച്ചിൽ ഊർജിതം. സനായ്, ഷീൻധര, ഗുർസായി മേഖലകളിൽ പോലീസും സുരക്ഷാസേനയും സംയുക്തമായാണ് തിരച്ചിൽ നടത്തുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപതി മുർമു സമ്മാനിച്ചു. രാജ്യത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ഊർജിതമായി തുടരുന്നു. 4ാം ഘട്ടത്തിന്റെ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. ഇറാൻ കപ്പലിൽ കുടുങ്ങിയ 5 ഇന്ത്യക്കാരെ കൂടി മോചിപ്പിച്ചു. മറ്റ് യാത്രക്കാർ സുരക്ഷിതരെന്ന് ഇന്ത്യൻ എംബസി. തിരുവിതാംകൂർ മലബാർ ദേവസ്വം ബോർഡുകളിലെ ക്ഷേത്രങ്ങളിൽ
നിവേദ്യത്തിലും പ്രസാദത്തിലും അരളിപ്പൂവ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കി. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.